Good morning, my dear students. Welcome to our next session of Financial Markets and Services. ഓക്കെ, അപ്പോൾ നിങ്ങളെടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി നിങ്ങൾ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്ത് നമ്മളതിൻ്റെ ഓൾറെഡി വി ഹാവ് gone through our 2 classes കൂടെ നമ്മൾ പോയി കഴിഞ്ഞു അല്ലേ? ദാറ്റ് ഈസ് ടുഡേ ദാറ്റ് വി ആർ ഗോയിങ് ടു തേർഡ് ക്ലാസ് ഓഫ് മൊഡ്യൂൾ 5. ഇതിൻ്റെ ക്ലാസ്സിൻ്റെ പേര് ഞാൻ ഇടാൻ പോകുന്നത് ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇന്ന് മെയിനായിട്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് അധികം നേരം വയ്ക്കാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ കൺട്രിക്കും എല്ലാ കൺട്രീസിനും എന്തുണ്ട്, ദേ വിൽ ഹാവ് ദെയർ ഓൺ സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ? ഇന്ത്യയിലത്തെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പഠിച്ചു. 2 റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞു, ഒന്ന് RBIയും ഒന്ന് സെബിയുമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അത് നമ്മൾ RBIനെ കുറിച്ച് കുറച്ച് 8 decades എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. പഠിക്കേണ്ടത് തന്നെയാണ്, കുട്ടികളെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ദാറ്റ് ഈസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നോട്ട് ഇഷ്യൂവിൻ്റെ മൊണോപ്പൊളി എന്ന് പറയുന്നത് എന്താണ്, ഏകാധിപത്യം എന്ന് പറയുന്നത്. അതായത് നോട്ട് ഇഷ്യൂവിൻ്റെ എല്ലാ കാര്യങ്ങളും ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ദാറ്റ് ലൈസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതായത് RBI ഹാസ് ദ സോൾ റൈറ്റ് ടു ഇഷ്യൂ കറൻസി നോട്ട്സ് ഓഫ് ഓൾ ഡിനോമിനേഷൻസ്. ഏത് ഡിനോമിനേഷൻസിൻ്റെ ആയാലും ശരി, ആ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്, ദാറ്റ് ലൈസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എക്സെപ്റ്റ് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിക്കുന്നതാണ്. 1 rupee നോട്ട് ഇപ്പോൾ ഇല്ല നമുക്ക്, എങ്കിൽ പോലും നമ്മളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. 1 rupee നോട്ട് ആരായിരിക്കും ചെയ്യുക, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ചെയ്യുക. ബാക്കി ഏതായിക്കോട്ടെ, ഏത് നോട്ട്സുകളും ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ദാറ്റ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദി ടാസ്ക് ഓഫ് പ്രിൻറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ദി കറൻസി നോട്ട്സ്. ക്ലിയർ? അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് ഫംഗ്ഷനിൽ മെയിനായിട്ട് എഴുതാവുന്നത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 4 തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, അതായത് 4 systems ഓഫ് നോട്ട് ഇഷ്യൂ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 4 systems ആണ്, നോട്ട് ഇഷ്യൂവിന് 4 systems ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സിസ്റ്റമാണ് ഫിക്സഡ് ഫിഡ്യൂഷ്യറി സിസ്റ്റം, സെക്കൻഡ് ഈസ് മാക്സിമം ഫിഡ്യൂഷ്യറി സിസ്റ്റം, തേർഡ് ഈസ് മിനിമം റിസർവ് സിസ്റ്റം ആൻഡ് ഫോർത്ത് ഈസ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ക്ലിയർ? ഓക്കെ, നമ്മൾ കുറച്ച് ഡിസ്കസ്, ഇനി നമ്മൾ അതെന്താണെന്ന് ഓരോന്നായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുകയാണ്. അപ്പോൾ 4 സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ആണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിലാദ്യത്തെ നമുക്ക് നോക്കാം ഫിക്സഡ് ഫിഡ്യൂഷ്യറി സിസ്റ്റം. അപ്പോൾ ഫിക്സഡ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കും, ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ്ങിൽ നമുക്ക് നോക്കാം എന്താണ് ഈ ഫിക്സഡ് ഫിഡ്യൂഷ്യറി സിസ്റ്റം. അണ്ടർ ഫിക്സഡ് ഫിഡ്യൂഷ്യറി സിസ്റ്റം നോട്ട്സ് ക്യാൻ ബി ഇഷ്യൂഡ് അപ് ടു എ സർട്ടേൺ ലിമിറ്റ്. അപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, ആ ലിമിറ്റ് വരെ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, നോട്ട്സ് ഇഷ്യൂ ചെയ്യാം. എന്തിനെതിരെ, എഗെയിൻസ്റ്റ് ആയിട്ട്, എഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ അത്ര ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു സർട്ടേൺ ലിമിറ്റ് വരെ നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഫിക്സഡ് ഫിഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലിമിറ്റിന് നമ്മൾ സർട്ടേൺ ലിമിറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ സർട്ടേൺ ലിമിറ്റിനെയാണ് നമ്മൾ ഫിഡ്യൂഷ്യറി ലിമിറ്റ് എന്ന് പറയുന്നത്. ആ സർട്ടേൺ ലിമിറ്റിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഫിഡ്യൂഷ്യറി ലിമിറ്റ് എന്ന് പറയുന്നത്. ഫിഡ്യൂഷ്യറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ശരിക്കും ഫിഡ്യൂഷ്യറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി വേറൊരാൾ എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് അയാളുടെ ബിഹാഫിൽ വേണ്ടി പ്രവർത്തിക്കുക, അതൊക്കെയാണ് ഫിഡ്യൂഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിലാക്കി വയ്ക്കുക, RBIയുമായി ബന്ധപ്പെട്ട് വോട്ട് ഈസ് ഫിഡ്യൂഷ്യറി ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് എ സർട്ടൺ ലിമിറ്റ് ഈസ് എന്താണ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സർട്ടൺ ലിമിറ്റിനെയാണ് നമ്മൾ ഫിഡ്യൂഷ്യറി ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിനപ്പുറത്തേക്ക്, ആ വെച്ച ലിമിറ്റിന് അപ്പുറത്തേക്ക് നോട്ട് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണമെന്നാണ് പറയുന്നത്, ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമുക്ക് നോട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണോ അതിനെ ബാക്കപ്പ് ചെയ്യുന്ന ഗോൾഡ് റിസർവ് വേണം. മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതിലങ്ങനെയാണെന്നാണ് പറയുന്നത്, നോട്ട് ഇഷ്യൂ ബിയോണ്ട് ദസ് ലിമിറ്റ് മസ്റ്റ് ബി ബാക്ക്ഡ് അപ്പ് ബൈ 10% ഗോൾഡ് റിസർവ്. ഗോൾഡ് റിസർവ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പിന്നെ ഇഷ്യൂയിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അത് ഓരോന്നപ്പം നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. വട്ട് ഈസ് ഫിക്സഡ് ഫിഡ്യൂഷ്യറി സിസ്റ്റം. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. സെക്കൻഡ് സിസ്റ്റം ഞാൻ എന്താണ് പറഞ്ഞത്, മാക്സിമം എന്താണ് ഫിഡ്യൂഷ്യറി സിസ്റ്റം. അപ്പം നമ്മൾ മനസ്സിലാക്കും, ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺസെപ്റ്റ് കിട്ടും അല്ലേ. നമുക്ക് നോക്കാം എന്താണ്
under maximum fiduciary system, a maximum amount is fixed up to which the central bank can issue notes without any gold reserve. അതായത് ഒരു ഗോൾഡ് റിസർവും ഇല്ലാതെ നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് മാക്സിമം ഫിഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അണ്ടർ മാക്സിമം ഫിഡ്യൂഷ്യറി സിസ്റ്റത്തിൽ എങ്ങനെയാണ് മാക്സിമം എമൗണ്ട് ഈസ് ഫിക്സഡ്, ഒരു മാക്സിമം എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കും. ആ മാക്സിമം എമൗണ്ട് വരെ എന്ത് ചെയ്യണ്ട? സെൻട്രൽ ബാങ്കിന് നോട്ട്സ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അതിന് എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത് അത്ര എന്ത് വേണ്ട? ഗോൾഡ് റിസർവ് വേണ്ട. അപ്പോൾ അതാണ് മാക്സിമം ഫിഡ്യൂഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി തേർഡ് ആണ് എന്തെന്ന് പറയുന്നത്? മിനിമം റിസർവ് സിസ്റ്റം. അപ്പോൾ ഒരു മിനിമം എമൗണ്ട് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഈ മിനിമം റിസർവ് സിസ്റ്റത്തിൽ എന്താണെന്നാണ് പറയുന്നത്? ദ ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ എ മിനിമം റിസർവ് ഓഫ് ഗോൾഡ് ഓർ ഫോറിൻ സെക്യൂരിറ്റീസ് ഓർ ബോത്ത്. മിനിമം സിസ്റ്റത്തിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ബാങ്കിന് എന്ത് ചെയ്യണം? ഒരു മിനിമം പറയും. ആ മിനിമം എന്തായിട്ട് കരുതി വെക്കണം? മിനിമം ഗോൾഡായിട്ടോ ഗോൾഡ് കോയിൻസുകളായിട്ടോ അല്ലെങ്കിൽ ഫോറിൻ സെക്യൂരിറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടിയായിട്ടോ ഒരു മിനിമം ഉണ്ടാവും. ആ ഒരു മിനിമം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിനിമം നമ്മളവിടെ മിനിമം കീപ്പ് ചെയ്ത് വെച്ചാൽ മതി. മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഒരു ഇതുണ്ടായിരിക്കില്ല, അത് കീപ്പ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? ദ സെൻട്രൽ ബാങ്ക് ഈസ് ഫ്രീ ടു ഇഷ്യൂ നോട്ട്സ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദി എക്കോണമി. അപ്പോൾ എന്ത് ചെയ്യാന്നാണ് പറയുന്നത്? പിന്നെ നമ്മുടെ സെൻട്രൽ ബാങ്കിന്, അതായത് നമ്മുടെ RBIക്ക് എന്ത് ചെയ്യാം? നമ്മുടെ രാജ്യത്തിന് ആവശ്യം വരുന്നതിനനുസരിച്ച് നോട്ട് ഇഷ്യൂ ചെയ്യും. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. സെൻട്രൽ ബാങ്ക് ഈസ് ഫ്രീ ടു ആ മിനിമം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഗോൾഡായിട്ടോ അല്ലെങ്കിൽ ഫോറിൻ സെക്യൂരിറ്റീസ് ആയിട്ടോ രണ്ടും കൂടിയിട്ട് പെർസെൻറ്റേജ് ഉണ്ടാവും. അതനുസരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നോട്ട് വേണമെങ്കിലും കൺട്രിയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യാനുസരണം നോട്ട് ഇഷ്യൂ ചെയ്യാം. അതാണ് മിനിമം റിസർവ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മുടെ ഫോർത്ത് സിസ്റ്റമാണ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. അപ്പോൾ പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും, ഒരു പെർസെൻറ്റേജ്, ഒരു റേഷ്യോ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിലെങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ പറയുന്നത്? ദ സെൻട്രൽ ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ഇഷ്യൂ ഇൻ ഗോൾഡ്. അതായത് സെൻട്രൽ ബാങ്ക്, അതായത് നമ്മുടെ RBI ഇഷ്യൂ ചെയ്യുന്നത് എത്രയായിക്കോട്ടെ ആ മുഴുവൻ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെയും ഒരു നിശ്ചിത ശതമാനം എന്തായിട്ട് കീപ്പ് ചെയ്തിരിക്കണം? ഗോൾഡായിട്ട് മാറ്റി വെച്ചിരിക്കണം. അത് എത്ര പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇറ്റ് വേരീസ് ബിറ്റ്വീൻ 25 and 40%. മൊത്തം ഇഷ്യൂവിൻ്റെ 25% തൊട്ട് 40% ഇടയിലുള്ളത്. അതിൽ ആ ഒരു 25 or 40 വേണമെന്നല്ല, അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഏത് പെർസെൻറ്റേജും 25 and 40 ആ ഒരു ബിറ്റ്വീനിലുള്ളത് നമ്മൾ എന്തായിട്ട് കീപ്പ് ചെയ്തിരിക്കണം? RBI ഗോൾഡായിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ആ കീപ്പ് ചെയ്തത് ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ടോട്ടലിൻ്റെ 25 to 40% നമ്മൾ ഗോൾഡാക്കി ചെയ്തു. ബാക്കി ഉള്ള നോട്ട് ഇഷ്യൂ എങ്ങനെ ചെയ്യാന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് എത്രയ്ക്ക് വേണം എന്നാണ് പറയുന്നത്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ട് വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ഓക്കെ, ഇനി ശരിക്കും നമ്മൾ ഏതാണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഈ 4 സിസ്റ്റത്തിലും ഏതാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934 അനുസരിച്ച്, ആ ഒരു ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ അന്ന് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ പറഞ്ഞില്ലേ സെർട്ടൺ പെർസെൻറ്റേജ് എന്നുള്ളത്, ആ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ഫോളോ ചെയ്തിരുന്നതെന്നാണ് പറയണത്. അതായത് അതനുസരിച്ചിട്ട് ദാറ്റ് ഈസ് നമുക്ക് എത്ര വെക്കണമായിരുന്നു? നമ്മൾ ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ അന്ന് ഫോളോ ചെയ്തിരുന്നത് നമ്മൾ മൊത്തം വോളിയത്തിൻ്റെ 40% ഗോൾഡായിട്ട് കീപ്പ് ചെയ്യും. അങ്ങനെയായിരുന്നു 1934 RBI ആക്ട് അനുസരിച്ച് ഇന്ത്യ ഫോളോ ചെയ്തു പോന്നിരുന്നത്. നമ്മൾ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആയിരുന്നു. അതനുസരിച്ച് 40% നമ്മൾ എടുത്തിരുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 40% നമ്മൾ ഗോൾഡായിട്ട് കീപ്പ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം 1957 അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞു. 1957 നമ്മൾ അന്ന് തൊട്ട് നമ്മൾ ഫോളോ ചെയ്യണത് മിനിമം റിസർവ് സിസ്റ്റമാണ്. മിനിമം റിസർവ് സിസ്റ്റത്തിൽ എന്താ ഞാൻ പറഞ്ഞത്? ഒന്നെങ്കിൽ ഗോൾഡായിട്ടോ അല്ലെങ്കിൽ ഫോറിൻ സെക്യൂരിറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ടുമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് കുറച്ച് മിനിമം വെക്കുക. അതിനുശേഷം ദാറ്റ് ഈസ് കൺട്രിയുടെ നീഡ് അനുസരിച്ച് നോട്ട് ഇഷ്യൂ നടത്താം. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ദാറ്റ് ഈസ് മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ദാറ്റ് ഈസ് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ RBIക്ക് മൊത്തം മനസ്സിലാക്കി വെക്കുക 200 crore എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഗോൾഡും ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ എത്ര ഇഷ്യൂ ചെയ്താലും ശരി 200 കോടി എന്തായിട്ട് മാറ്റി വെച്ചിരിക്കണം? ഗോൾഡോ
ഫോറിൻ സെക്യൂരിറ്റീസ് ആയിട്ടോ മിനിമം റിസർവ് സിസ്റ്റം അല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതനുസരിച്ച് 200 crore rupees ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് മാറ്റി വെച്ചിരിക്കണം. ഇനി അതിൽ തന്നെ അപ്പോൾ 200-ൽ തന്നെ 115 കോടി, അതായത് 115 crore എന്തായിട്ട് തന്നെ വെച്ചിരിക്കണം, ഗോൾഡായിട്ട് വെച്ചിരിക്കണം. ബാക്കി 85 എന്തായിട്ട് വെക്കേണ്ടു, ദാറ്റ് ഈസ് ഫോറിൻ സെക്യൂരിറ്റീസ് ആയിട്ട് വെക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 115 കോടി ഗോൾഡായിട്ട് റിസർവ് ആക്കി വെക്കുകയും വേണം. ദാറ്റ് ഈസ് 85 crores ഫോറിൻ സെക്യൂരിറ്റീസ് ആയിട്ടും കീപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ RBI നമ്മൾ കറണ്ട് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജനറൽ നോളേജ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. കറണ്ട് സിസ്റ്റം ദാറ്റ് വി ആർ ഫോളോയിങ് എന്ന് പറയുന്നത് മിനിമം റിസർവ് സിസ്റ്റമാണ്. ക്ലിയർ? അപ്പോൾ അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ ഓഫ് RBI എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. ക്ലിയർ? ഇനി സെക്കൻഡ് ഫംഗ്ഷൻ പറയുന്നതാണ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചെറുതായിട്ട് എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ എന്നേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രെഡിറ്റ് കൺട്രോളും അതിൻ്റെ മെത്തേഡ്സുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ക്രെഡിറ്റ് കൺട്രോൾ. ഇപ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ബാങ്കുകളൊക്കെ ലോണും അഡ്വാൻസസും ഒക്കെ കൊടുക്കുക, എന്നിട്ട് ബിസിനസ്സിലേക്ക് ക്രെഡിറ്റ് ദാറ്റ് ഈസ് എന്ത് ചെയ്യുക, ഫോം ചെയ്ത് കൊടുക്കുക. അതിനൊരു നിയന്ത്രണം, അതാണ് ദാറ്റ് ഈസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ അത് ആരുടെ ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ഫംഗ്ഷൻ റിസർവ് ബാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ടു എന്തിനു വേണ്ടിയിട്ടാണ്, ടു എൻഷുർ ഇൻറ്റേർണൽ പ്രൈസ് സ്റ്റെബിലിറ്റി. ഇൻറ്റേർണലായിട്ട് നമുക്ക് പ്രൈസിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻസുകളൊന്നും വരാതെ, വില വലിയൊരു സംഭവമാണ് അല്ലേ, എന്തിൻ്റെയും വില എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് അതിൻ്റെ പ്രൈസിൽ ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാതെ ഇൻറ്റേർണലി പ്രൈസ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും, ഈ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, RBI ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ വരും, മനസ്സിലാക്കി വെക്കുക. ഇക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് അങ്ങനെ ആസ് ദ സെൻട്രൽ ബാങ്ക് എന്നുള്ള നിലയ്ക്ക് RBI കൺട്രോൾസ് ദ പവർ ഓഫ് ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ക്രിയേറ്റ് ക്രെഡിറ്റ്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്തുണ്ടാക്കാം, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അപ്പോൾ അവർ തോന്നിയ പോലെ ഒന്നും ക്രെഡിറ്റ് കുറേ ലോൺ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, തിരിച്ചു കിട്ടണ്ടേ ലോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് തോന്നിയ പോലെ കമേഴ്ഷ്യൽ ബാങ്ക്സിന് ക്രെഡിറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഒരു നിയന്ത്രണം ആരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് RBIയുടെ കയ്യിൽ എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അവരൊരു ഫംഗ്ഷനാണ്. ആൻഡ് അക്കോർഡിംഗ് ടു RBI ആക്ട് അനുസരിച്ച് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാൻ അഡോപ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനുണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് മേ ബി അതായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ കുറേ മെത്തേഡ്സുകളുണ്ട്. ആ ഒരു അതിലേതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഈ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആര് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് പറയുന്നത്. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ നമ്മളെപ്പോഴും പറയുന്നത് തന്നെ എന്താണ്, ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറയുന്നത് അല്ലേ. RBI ആക്ട് ആസ് ദി ബാങ്ക് ഓഫ് ഓൾ ദ ബാങ്ക്സ് ഇൻ ദ കൺട്രി ഇൻ ദ ഫോളോയിങ് റെസ്പെക്ട്. എങ്ങനെയാണ് ഇത് ബാങ്കേഴ്സ് ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, അത് എല്ലാ ബാങ്കിൻ്റെയും ബാങ്കാണ്. ഏതൊക്കെ തരത്തിലാണെന്നാണ് പറയുന്നത്, that is every scheduled bank has to keep a certain minimum cash reserve with RBI. അതിന് വേണ്ടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഷെഡ്യൂൾഡ് ബാങ്ക് എടുത്താലും ആ ഷെഡ്യൂൾഡ് ബാങ്കിനെ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBIയുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഒരു ക്യാഷ് റിസർവ് വെച്ചിരിക്കണം, ഒരു മിനിമം ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെയാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നുള്ള രീതിയിൽ ഒരു രീതിയിൽ അത് ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ദ RBI ഗീവ്സ് ഫിനാൻഷ്യൽ ഹെൽപ്സ് ടു കമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ദ ഫോം ഓഫ് ഡിസ്കൗണ്ടിങ് ദെയർ ബിൽസ്. മനസ്സിലാക്കാം, ബിൽസ് പഠിച്ചിട്ടുള്ളതാണ് നമ്മളല്ലേ, ബിൽസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടും ആൻഡ് ത്രൂ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എഗെയിൻസ്റ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഇനി RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ചില സെക്യൂരിറ്റീസ് ഉണ്ട്, ആ സെക്യൂരിറ്റീസ് കമേഴ്ഷ്യൽ ബാങ്ക്സ് കൊണ്ടുവന്ന് സെൻട്രൽ ബാങ്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സെൻട്രൽ ബാങ്ക് ലോൺസും അഡ്വാൻസുകളും കൊടുക്കും. ക്ലിയർ? അപ്പോൾ ഒരു നിയന്ത്രണം അവരുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺസും അഡ്വാൻസസും കൊടുത്തുകൊണ്ടും അവർ ബിൽസ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, കമേഴ്ഷ്യൽ ബാങ്ക്സിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ സെൻട്രൽ ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം, ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയും. ഇനി തേർഡ് പറയുന്നത് എന്താണ്, RBI ഈസ് എംപവേർഡ് ടു സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദി എൻറ്റയർ ബാങ്കിങ് സിസ്റ്റം. മൊത്തം ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ഓർ ഇറ്റ് ഈസ് എംപവേർഡ് ആൻഡ് ഇറ്റ് ഈസ് എംപവേർഡ് ടു ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, ദാറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബിക്കോസ് ഓഫ് ദിസ് വി ക്യാൻ കോൾ RBI ആസ്
ബാങ്കേഴ്സ് ബാങ്ക്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനായിട്ട് RBIയുടെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, RBIനെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി 4ാമത്തെ ഫംഗ്ഷനാണ് പറയുന്നത് ബാങ്കേഴ്സ് ബാങ്ക് എന്ന പോലെ തന്നെ ഗവൺമെൻറ്റിനും ബാങ്കറാണ്. ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അപ്പോൾ 4th ഫംഗ്ഷൻ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ RBI ആക്ട് ആസ് ദ ബാങ്കർ ടു ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ആരുടെയൊക്കെ ബാങ്കാണെന്നാണ് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ് എടുത്താലും അതാത് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിലും അവരുടെയൊക്കെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇത് ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ? ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് ഓപ്പറേറ്റ്സ് ഗവൺമെൻറ് ഡെപ്പോസിറ്റ്സ്. ഗവൺമെൻറ് ഡെപ്പോസിറ്റുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. റിസീവ്സ് ആൻഡ് കളക്ട്സ് പേയ്മെൻറ്റ്സ് ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റുകൾ റിസീവ് ചെയ്യുന്നു, പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് വേണ്ടി പേയ്മെൻറ്റുകൾ നടത്തുന്നു. അപ്പോൾ റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ് ദേ ആർ മേക്കിംഗ് പേയ്മെൻറ്റുകൾ കൊടുക്കാനുള്ളത് കൊടുക്കുന്നു. ആൻഡ് അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ്റിന് അതാത് സമയങ്ങളിൽ ആവശ്യമുള്ള ഉപദേശങ്ങളും കൊടുക്കും. അപ്പോൾ അതും ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ക്ലിയർ. ഇനി 5ാമത്തെ പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് ആരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്, RBIയുടെ കയ്യിലായിരിക്കും. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലേ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രിക്ക് ആവശ്യമാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് നടന്നിരിക്കണം. അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കസ്റ്റോഡിയൻ കൈവശം വെച്ചിരിക്കുന്നത് ആരാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണെന്നാണ് പറയുന്നത്. ദ RBI ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ക്ലിയർ അല്ലേ ആ സെൻറ്റൻസ്? ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് സ്റ്റെബിലൈസസ്. എന്ത് ചെയ്യുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ എല്ലാ ദാറ്റ് ഈസ് ട്രാൻസ്ഫറിങ്ങിലും ട്രാൻസാക്ഷൻസും അത് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത്, അതായത് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാതെ നോക്കുന്നത് RBI. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനില്ലെങ്കിലും നമുക്ക് നെക്സ്റ്റൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചു പോകും. നമ്മളിതിൽ തന്നെ കുറച്ചും കൂടി നമുക്ക് കടന്നു വരും, മനസ്സിലാക്കി വയ്ക്കുക. ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് സ്റ്റെബിലൈസസ് ദി എക്സ്റ്റേണൽ വാല്യൂ ഓഫ് റുപ്പി. റുപ്പി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിയാണ് റുപ്പി എന്ന് പറയുന്നത്. ഈ റുപ്പിയുടെ പുറമെയുള്ള വാല്യൂ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഴ്സ് ദ എക്സ്ചേഞ്ച് കൺട്രോൾസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഇതിൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എക്സ്ചേഞ്ച് കൺട്രോൾ നോക്കും. ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിയന്ത്രിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് എന്താ ചെയ്യണമെന്നാണ് പറയുന്നത്, ബൈസ് ആൻഡ് സെൽസ് ഫോറിൻ കറൻസി ഇൻ ഓർഡർ ടു അച്ചീവ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു അറ്റൈൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, എക്സ്ചേഞ്ച് സ്റ്റെബിലൈസ് ചെയ്യണം, നമുക്ക് റുപ്പി വാല്യൂ സ്റ്റെബിലൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ എക്സ്ചേഞ്ചിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ലാതെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്, കൺട്രിക്ക് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഡൺ ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇറ്റ് ഫിക്സസ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റ്. അപ്പോൾ ഇത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നതിനൊപ്പം തന്നെ ഈ ബൈയിങ് നടത്തുമ്പോഴും സെല്ലിംഗ് നടത്തുമ്പോഴും എന്താണ് വേണ്ട റേറ്റ് എന്നുള്ള കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആര് തന്നെയാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ. അപ്പോൾ നമ്മുടെ 5 ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി 6th ഫംഗ്ഷനാണ് ഇറ്റ് ഓൾസോ ഫംഗ്ഷൻസ് എന്നാണ്. എന്താണ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് എൻ ഓർഡിനറി ബാങ്ക്. ഒരു ഓർഡിനറി ബാങ്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തു പോരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ 6th ഫംഗ്ഷൻ പറയുന്നത്, ഓർഡിനറി ബാങ്കിങ് ഫംഗ്ഷൻസ്. ഓക്കെ. ദ RBI ഓൾസോ പെർഫോംസ് ദ ഫോളോയിങ് ഓർഡിനറി ബാങ്കിങ് ഫംഗ്ഷൻസ്. എന്തൊക്കെയാണ് ഓർഡിനറി ബാങ്കിങ് ഫംഗ്ഷൻസ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫംഗ്ഷൻസ് പഠിച്ചിരുന്നു. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഗിവിങ് ലോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടേക്ക് നമുക്ക്, അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ് കേട്ടോ. എനിവേ ഐ എം ഗോയിങ് ത്രൂ ദ പോയിന്റ്സിൽ കൂടി നമുക്ക് കടന്നു പോകാം. ആദ്യമായിട്ട് പറഞ്ഞത് എന്താണ്, ആക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. സെൻട്രൽ ഗവൺമെൻറ് എന്നായാലും ശരി, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നായാലും ശരി, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്നായാലും ശരി, എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. കമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്ന അവരുടെ ഒരു ഓർഡിനറി ഫംഗ്ഷനാണ്. അതും ആര് തന്നെ ചെയ്യുന്നുണ്ട്, RBI ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ബൈസ്, സെൽസ് ആൻഡ് റീഡിസ്കൗണ്ട്സ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സിൻ്റെ ദാറ്റ് ഇസ് ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ വാങ്ങുകയും വിൽക്കുകയും ഡിസ്കൗണ്ടിങ്
ഈ കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്? RBIയും ചെയ്യുന്നുണ്ട്. തേർഡ് എന്താണെന്നാണ് പറയുന്നത്? ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനായാലും ശരി, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും ശരി, നമ്മുടെ ലോക്കൽ അതോറിറ്റീസിനായാലും ശരി, അവർക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസുകളും അഡ്വാൻസസുകളും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഫോർത്ത് എന്താണ് പറയുന്നത്? ബൈസ് ആൻഡ് സെൽസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് ഫോറിൻ സെക്യൂരിറ്റീസ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് ആയാലും ശരി, ഫോറിൻ സെക്യൂരിറ്റീസ് ആയാലും ശരി, അതെന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആസ് ആൻ ഓർഡിനറി കമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദ മറ്റത് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇങ്ങനത്തെ ഫംഗ്ഷൻസുകളും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അതിൽ തന്നെ പറഞ്ഞിട്ടുള്ള ദാറ്റ് ഈസ് ഓർഡിനറി ബാങ്കിങ് ഫംഗ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഫിഫ്ത്ത് പോയിന്റ് ആണ് ബൈസ് ആൻഡ് സെൽസ് ഗോൾഡ് ആൻഡ് സിൽവർ. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്വർണ്ണവും വെള്ളിയും അത് ബാങ്കിൽ കൂടെ വരുന്നത്, കാരണം അതിന് മൂല്യമുള്ളതാണ്. ദാറ്റ് ഈസ് ഗോൾഡ് റിസർവായിട്ട് നമ്മൾ വെക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങൾ അല്ലേ മലയാളത്തിൽ നമ്മൾ പറയും, ട്രാൻസാക്ഷൻസ്, അതിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? കമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നത് പോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ 6 ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ വി ആർ മൂവിങ് ടു ദി 7th ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഡാറ്റ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നൊരു പണി എന്താണ്? ഡാറ്റ, ആവശ്യമുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി ബുള്ളറ്റിൻ ഇറക്കും. ബുള്ളറ്റിൻ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റൊന്ന് മനസ്സിലാക്കാം, വാർത്ത ബുള്ളറ്റിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അപ്പോൾ അതുപോലെ അനുസരിച്ചൊരു പബ്ലിക്കേഷൻ ബുള്ളറ്റിനർക്കും അതിൽ ഇവരിങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. അത് അവരുടെ വൺ ഓഫ് ദി ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് കരുതാം. അനദർ ഫംഗ്ഷൻ ഓഫ് RBI ഈസ് ടു കളക്ട് ഡാറ്റ ആൻഡ് ഇക്കണോമിക് ഇൻഫോർമേഷൻ ഓൺ ദി വർക്കിംഗ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ആരുടെയൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും? കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ട്, കമ്പനി ഫിനാൻസിനെ കുറിച്ചിട്ട്, ഗവൺമെൻറ് ഫിനാൻസിനെ കുറിച്ച്, ഇങ്ങനെ എക്സെട്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്യുക, എല്ലാവിധ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ബി കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി അത് കളക്ട് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ക്യാൻ ബി കൺസിഡർഡ് ആസ് വൺ ഓഫ് ദയർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് ആ പോയിന്റിൽ തന്നെ നമുക്ക് അങ്ങനെയാണ് പോയിന്റ്സുകൾ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി 1, 2, 3 എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് എഴുതണമെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല. 7th പോയിന്റിൽ ഡാറ്റ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിട്ട് അതിനകത്ത് തന്നെ 2 പോയിന്റുകളാക്കി തിരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അതിനകത്ത് വരുന്ന ഫസ്റ്റ് പോയിന്റ് കളക്ടിങ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് സെക്കൻഡ് പോയിന്റ് പബ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദി മന്ത്ലി ബുള്ളറ്റ്. അല്ലേ? അതാണ് അങ്ങനെ എഴുതാം. അത് നമ്മുടെ ഒരു കൺവീനിയൻസ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പാരഗ്രാഫായിട്ട് എഴുതണമെങ്കിൽ പാരഗ്രാഫായിട്ട് എഴുതാം, പോയിന്റ് വൈസ് ആയിട്ട് എഴുതണമെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ 7th ഫംഗ്ഷൻ. ആൻഡ് ദ 8th ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 8 ഫംഗ്ഷൻസ് ആണ് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ആൻഡ് ദ 8th ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ എടുത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ക്ലിയർ? അപ്പോൾ അങ്ങനെ തന്നെ ചിലപ്പോൾ നമുക്ക് എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മനസ്സിലാക്കുക, ഓരോ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിക്ക് മാത്രമല്ല, ആർക്കും കൂടി കൊടുക്കുന്നുണ്ട്? പ്രൊമോഷൻ ഓഫ് ഫിനാൻസ് ഫോർ എക്സ്പോർട്സിന് വേണ്ടിയിട്ടും അതെന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും ആർക്കാണ്? പ്രൊമോഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഫിനാൻസ്, അതും അവരൊരു ഫംഗ്ഷനാണ്. പിന്നെ ചെയ്യുന്നത് അവരുടെ മെയിൻ ഫംഗ്ഷനായിട്ട് നമുക്ക് ഇതിൽ പറയാവുന്നത് സ്ട്രെങ്തനിങ് ഓഫ് ദി ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ ബാങ്കിങ് സ്ട്രക്ചറിനെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്? അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ എടുക്കേണ്ട സ്റ്റെപ്സ് എങ്കിൽ ആ സ്റ്റെപ്സ് എല്ലാം ആരെടുക്കുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ബിൽ മാർക്കറ്റ്. ബിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി മാർക്കറ്റ് തന്നെ മനസ്സിലാക്കുക. മണി മാർക്കറ്റ് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് ഒരു രാജ്യത്തിന് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ഫ്രെയിം ചെയ്യാനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് വൺ ഓഫ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനായിട്ട് തന്നെ നമുക്ക് കരുതാം. സ്പീഡ് കൂടുന്നുണ്ടെന്ന് തോന്നൂലേ എന്ന് ക്ലാസ്? ഓക്കെ, നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം. എന്താണ്? ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി പോളിസി ഫോർ ദി കൺട്രി. അതായത് നമുക്ക് RBI എന്നല്ലേ, അപ്പോൾ നമ്മളിവിടെ അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മോണിറ്ററി പോളിസി ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നതും അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനായിട്ട് തന്നെ കരുതാം. അപ്പോൾ എന്താണ് നമുക്ക് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ട്? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ മണിയുടെ സപ്ലൈയും ഡിമാൻഡും എന്ത് ചെയ്യാം? അതൊന്ന് കൺട്രോൾ ചെയ്യാം.
അതായത് സപ്ലൈക്ക് അനുസരിച്ച് തന്നെയാണോ ഡിമാൻഡ്. ഇത് രണ്ട് നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ് അല്ലേ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ മണിയുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന പോളിസീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വി കോൾ ഇറ്റ് ആസ് മോണിറ്ററി പോളിസി. ക്ലിയർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു, മൊണോപ്പൊളി ഓഫ് ദി നോട്ട് ഇഷ്യൂ, ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു, ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറഞ്ഞു, ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ പറഞ്ഞ എന്താണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു, ഓർഡിനറി ബാങ്കിങ് ഫങ്ഷൻസ് അത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു ഡാറ്റ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്. ഓക്കെ, ഇങ്ങനെ 8 ഹെഡ്സിലായിട്ടാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. NB എന്ന് തന്നെ ഇട്ട് പോകാം കേട്ടോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ SC ഒക്കെ ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്കും കൂടി ചേർത്ത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. 4 മാർക്സിനാണ് ചോദിക്കണമെങ്കിൽ ഇറ്റ്സ് ഇനഫാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി അവസാനിപ്പിക്കാം. ഞാൻ അതിൽ ആദ്യമേ പറഞ്ഞു നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് കൺട്രോൾ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ക്രെഡിറ്റ് കൺട്രോൾ എന്താണെന്നുള്ളത്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് ചിലപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നും. എങ്കിൽ പോലും വീണ്ടും വായിച്ച് വീണ്ടും ക്ലാസ് കേട്ട് തന്നെ നമുക്കതൊന്ന് ഇങ്ങനെ ക്ലിക്ക് ആവണം. ക്ലിയർ, മനസ്സിലാകും. ക്ലിക്ക് ആയാലേ നമുക്കത് കിട്ടുള്ളൂ. ഡൗട്ട്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് വി വിൽ ക്ലാരിഫൈ. നമുക്ക് അതിലിപ്പോൾ നമുക്ക് പറ്റുള്ളൂ, നമ്മുടെ ഇൻട്രാക്ഷൻ സെഷൻസിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അല്ലാതെ നമുക്ക് അപ്പോഴല്ലേ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം നിങ്ങൾ വിചാരിക്കേണ്ട, നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ പോകാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് വീണ്ടും എടുത്ത് പറയാം. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തിനാണ് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 കാരണമാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് ടു എന്തിനാണ്, സ്റ്റെബിലൈസ് ദി ഇൻറ്റേർണൽ പ്രൈസ് അല്ലേ, ഇൻറ്റേർണൽ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി പ്രൊമോട്ട് ചെയ്യാനും. ഈ 2 റീസണാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് RBI എന്ത് ചെയ്യുന്നത്, ഈ ക്രെഡിറ്റ് കൺട്രോൾ എന്നുള്ള ഫംഗ്ഷൻ അവിടെ എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതായത് കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ക്രെഡിറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക, അവർ ക്രെഡിറ്റ് കൊടുക്കുന്നതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റിലേക്ക് വരാം. ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ പേജ് നമ്പർ 251 നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദി സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി ഈസ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ കൺട്രിയുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണ്, കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ഈസ് ഡൺ. എന്തിനാണ് ഈ കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് നടന്നത്, ഈസ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ്. എന്താണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത്, ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മളവിടെ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കൺട്രോൾ നമ്മൾ നടത്തുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാനുണ്ട്, ദാറ്റ് ഇസ് മൈ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്, ദാറ്റ് ഇസ് RBI. ഞാൻ ശ്രമിക്കാം മാറ്റാനായിട്ട്. ഇനി ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞു എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനാണ് ക്രെഡിറ്റ് കൺട്രോൾ ദാറ്റ് ഇസ് നമ്മൾ നടപ്പിലാക്കുന്നത്. ഈ ക്രെഡിറ്റ് കൺട്രോൾ ദാറ്റ് ഈസ് ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അത് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസ് സ്റ്റെബിലിറ്റിനെയും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയത്തെയും അത് ബാധിക്കാൻ പാടില്ല. മനസ്സിലാക്കി വെക്കുക. എന്താണെന്നാണ് പറയണത്, നമ്മുടെ പ്രൈസിൽ ഒരുപാട് മാറ്റങ്ങൾ, ദാറ്റ് ഈസ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അതിനുവേണ്ടി ക്രെഡിറ്റ് കൺട്രോൾ നടത്തുന്നു. പക്ഷേ ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ പ്രൈസിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാതെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണ്ടി വരും. അതിനെ ബാധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണെന്നാണ് പറയുന്നത്, എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയത്തെയും അത് ബാധിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് വരുന്നൊരു ഡൗട്ടാണ്, വാട്ട് ഈസ് എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയം. അപ്പോൾ എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 കൺട്രീസിന് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു കറൻസി ഉള്ള പോലെ US-ന് ഒരു കറൻസി ഉണ്ടായിരിക്കും അല്ലേ. ആ 2 കറൻസീസും എന്ത് ചെയ്യുന്നതാണ് പറയണത്, അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് അതിൻ്റെ പ്രൈസ് എന്തായിരിക്കും, സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കാം. അതിൽ ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഏതിനാണോ ഇൻക്രീസ് ഓർ ഡിക്രീസ് വരുന്നതിനനുസരിച്ച് നമുക്ക് നഷ്ടം ഒരു കൺട്രിക്ക് നഷ്ടം, ഒരു കൺട്രിക്ക് ലാഭമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ ആ സ്റ്റെബിലിറ്റി അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് യുവർ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിലോ ഒന്ന് പതുക്കെ എഴുതി വെക്കുക. ഞാൻ നിർത്തി പറയാം, ഓരോ പ്രാവശ്യമേ പറയുള്ളൂ, പക്ഷെ നിർത്തി പറയാം. എന്താണ് എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയം? ഒരു പെന്നെടുക്കാം, എഴുതി വെക്കാം. എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ്
it indicates that the price of exchanging two currencies will remain stable. ഓക്കെ, എഴുതി വെച്ചു. എന്താണ് എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഈ എക്സ്ചേഞ്ച് ഇക്വിലിബ്രിയം ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി പ്രൈസ് ഓഫ് എക്സ്ചേഞ്ചിങ് ടു കറൻസീസ് വിൽ റിമെയിൻ സ്റ്റേബിൾ. അപ്പം ഈ രണ്ട് കാര്യം എന്ത് ചെയ്യണം? ഈ രണ്ട് കാര്യത്തെ ബാധിക്കാതെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യാതെ ആയിരിക്കണം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വരുത്തേണ്ടത്. അപ്പോൾ ഇത് ബാധിക്കാതിരിക്കാനാണ് എന്ത് വരുന്നത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കൺട്രോളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഷുഡ് വാച്ച് ആൻഡ് റെഗുലേറ്റ് ദ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ദി കമേഴ്ഷ്യൽ ബാങ്ക്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും ബാധിക്കാതെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് കൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് എപ്പോഴും കമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ടാക്കുന്നവരുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഉണ്ടല്ലോ. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല. എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ്, ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ലോൺ കൊടുക്കുക, ആവശ്യക്കാർക്ക് ക്രെഡിറ്റ്, ബിസിനസ്സിലേക്ക് ലോണൊക്കെ വാങ്ങിക്കൊണ്ടുപോകുക, എന്നിട്ട് ലോണായിട്ട് കൊടുക്കുക. അതാണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ചില നിയന്ത്രണങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരും. ഇനി എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഡൺ ടു സ്റ്റെബിലൈസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ക്രെഡിറ്റ് കൺട്രോൾ എന്തിനാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്? ടു സ്റ്റെബിലൈസ് അവർ മണി മാർക്കറ്റ്. നമ്മുടെ മണി മാർക്കറ്റ് ഒന്നും ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ പ്രൈസ് ലെവൽ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇതിലൊന്നും ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂട്ടർക്ക് നഷ്ടം ലാഭം ഇൻക്രീസ് ഡിക്രീസ് ഒന്നും ഒരുപാട് വരരുത്. അത് ഇൻസ്റ്റെബിലിറ്റി കാണിച്ചാൽ അത് ഇക്കണോമിക്കിന് നല്ലതല്ല. ഒരു ഇക്കോണമി ഓഫ് ദി കൺട്രിക്ക് അത്ര നല്ലതല്ല. മറ്റുള്ളവർ നോക്കി കാണാം, ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ഉള്ള ഇക്കോണമിയാണ്, അവരുടെ മാർക്കറ്റാണെന്നാണ് കാണാം കേട്ടോ. അപ്പോൾ മണി മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യണം, എക്സ്ചേഞ്ച് റേറ്റ്സ് സ്റ്റെബിലൈസ് ചെയ്യണം, ഇൻറ്റേർണൽ പ്രൈസ് ലെവൽ സ്റ്റെബിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യണം. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കൺട്രോൾ നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, അത് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും എന്താണെന്നുള്ളത് ഫർദർ ഡിസ്കഷനിലേക്ക് നമ്മൾ വരുമ്പോൾ. to maintain a high rate of employment and to control trade cycles. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രെഡിറ്റ് കൺട്രോൾ നടത്തുന്നത്. അപ്പോൾ അത് 1 by 1 ആയിട്ട് പോയിന്റ് ഇട്ട് തന്നെ പഠിക്കാം. ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഡൺ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ദി, എന്തിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം? ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഇൻ ദി മണി മാർക്കറ്റ്, to stabilize the money market, to stabilize the exchange rate, to stabilize the internal price level, to attain economic growth, to maintain a high rate of employment and to control trade cycles. അല്ലേ? അപ്പോൾ ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കുക, അതായത് നമ്മുടെ എക്കോണമി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഗ്രാഫിക്കൽ പാറ്റേൺ കാണാം. അതായത് നമ്മളിങ്ങനെയാണ് ഭൂമിയിലേക്ക് പോയിട്ട് റിസഷനിലേക്ക് വരും, റിസഷനിൽ നിന്ന് ഒരു സ്റ്റമ്പ് ആ ഒരു ഇതിലേക്ക് വരും, പിന്നെ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ സെഷനിൽ എന്ത് ചെയ്യാം, ഞാൻ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ, ട്രേഡ് സൈക്കിൾ എന്നുള്ളത്. ഇതൊക്കെ നിയന്ത്രിക്കാനാണ്. അപ്പോൾ വൈ ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഡൺ ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യു ക്യാൻ റൈറ്റ് 1 by 1 പോയിന്റ് ആയിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത്രയാണ് ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷനിൽ. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫംഗ്ഷൻസ് ചോദിക്കുമ്പോൾ സെക്കൻഡ് പോയിന്റിൽ എഴുതാവുന്ന കാര്യമാണ്. അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിക്കാൻ ഇവിടെ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് പറഞ്ഞു തന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്താണ്, റിസർവ് ബാങ്കിന് ഒരുപാട് മെത്തേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കൺട്രോൾ നടത്താമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ടോപ്പിക് ദാറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോളിൻ്റെ മെത്തേഡ്സുകളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 മെത്തേഡ്സാണ് സാധാരണ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാധാരണ നല്ല 2 ആക്കിയിട്ട് ഈ ക്രെഡിറ്റ് കൺട്രോളിൻ്റെ മെത്തേഡ്സിനെ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് അഥവാ ജനറൽ മെത്തേഡ്സ് ഓർ ക്വാളിറ്റേറ്റീവ് ഓർ സിലക്റ്റീവ് മെത്തേഡ്സ്. മനസ്സിലാക്കി വയ്ക്കുക, 2 മെത്തേഡ്സ് ആണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് അഥവാ ജനറൽ ആയിട്ട് കുറച്ച് മെത്തേഡ്സുകളുണ്ട്, അഥവാ ക്വാളിറ്റേറ്റീവ് അപ്പോൾ അത് മെഷർമെൻറ്റിൽ പറ്റാത്ത കാര്യങ്ങളാണ്, ക്വാളിറ്റേറ്റീവ് അഥവാ സെലക്റ്റീവ് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ടുഡേ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫുൾ ആവില്ലെങ്കിൽ പോലും നമുക്ക് നോക്കാം നമ്മുടെ ക്ലാസ് ടൈമിലേക്ക് എത്ര വരെ നമുക്കിതിൻ്റെ
മെൻഷൻ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയണമെങ്കിൽ ദാറ്റ് ഈസ് ഡിസ്കസിങ് അബൌട്ട് ദി ക്വാണ്ടിറ്റേറ്റീവ് ഓർ ജനറൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനെ നമുക്ക് 3ആക്കി ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ബാങ്കിങ് സിസ്റ്റം ഓഫ് ദ കൺട്രിയുടെ ടോട്ടൽ വോളിയം ഓഫ് ക്രെഡിറ്റിനെ എന്ത് ചെയ്യാം, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ദാറ്റ് ഈസ് കൺട്രോളിങ് മെഷേഴ്സ് കൊണ്ടുവരാം. ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് തന്നെ 3 തരമുണ്ടെന്നാണ് പറയുന്നത്. അഥവാ ജനറൽ മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഒന്ന് ബാങ്ക് റേറ്റ് പോളിസി, സെക്കൻഡ് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആൻഡ് തേർഡ് ഈസ് വേരിയബിൾ റിസർവ് റേഷ്യോ. ഈ 3 നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ദാറ്റ് ഈസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കടന്നു പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയണതാണ് ദാറ്റ് ഈസ് ബാങ്ക് റേറ്റ് പോളിസി. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യം വാട്ട് ഈസ് ബാങ്ക് റേറ്റ് എന്നുള്ളതാണ്. നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, കറണ്ട് ബാങ്ക് റേറ്റ് എത്രയാണെന്നൊക്കെ ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയാണ് ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കൊന്നും പറയാം. ഓക്കെ, നമുക്കിതിൽ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തൊക്കെ നമുക്ക് പോകാം. എന്താണ് ബാങ്ക് റേറ്റ്, അതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ, അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുമ്പോൾ ബാങ്ക് റേറ്റ് കേൾക്കുമ്പോൾ ആ ബാങ്ക് റേറ്റ് എന്താണെന്ന് ക്ലാസ് അവിടെ നിർത്തിയിട്ട് ബാങ്ക് റേറ്റ് എന്താണെന്ന് നന്നായി മനസ്സിലാക്കി പഠിക്കും. എന്നിട്ട് ബാക്കിയുള്ളത് അതിൻ്റെ വർക്കിംഗ് ഒക്കെ പഠിക്കും ബാങ്ക് റേറ്റ് പോളിസിയുടെ. അതിനുശേഷം അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകും. അപ്പോഴാണ് നമുക്ക് ബാങ്ക് റേറ്റ് എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ദാറ്റ് ഈസ് എന്താണ് ബാങ്ക് റേറ്റ് എന്ന് പറയാം. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് റീഡിസ്കൗണ്ട്സ് സർട്ടൺ ഡിഫൈൻഡ് ബിൽസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്. എന്താണെന്നാണ് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയണമെങ്കിൽ, അതായത് കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ചില ബില്ലുകളുണ്ട്. ആ ബില്ലുകളെ റീഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബാങ്ക് റേറ്റ്. അപ്പോൾ 2 തരത്തിലാണ് ബാങ്ക് റേറ്റ് നമ്മൾ പറയുന്നത്. ഒന്ന്, കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ചില സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബില്ലുകളെ റീഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റിന് നമുക്ക് എന്ത് വിളിക്കാം, ബാങ്ക് റേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ചാർജ്ഡ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ ബൈ ദി സെൻട്രൽ ബാങ്ക് ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ നമ്മളത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് അവരാവശ്യമുള്ള സമയത്ത് അവർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ലോൺ കൊടുക്കുന്ന സമയത്ത്, ലോൺ കൊടുത്താൽ തീർച്ചയായും എന്ത് ചെയ്യണം, നമ്മളതിന് പലിശ കൊടുക്കണം അല്ലേ, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയും നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് പറയുന്നത്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബാങ്ക് റേറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ബില്ല് റീഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള റേറ്റ്, അല്ലെങ്കിൽ ലോൺ കൊടുക്കുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് സെൻട്രൽ ബാങ്കിന് കൊടുക്കേണ്ട റേറ്റ്. ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബാങ്ക് റേറ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ്, അപ്പോൾ അത് മെത്തേഡാണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഒരു മെത്തേഡാണ് ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഈ ബാങ്ക് റേറ്റിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട്, ദാറ്റ് ഇസ് ബൈ വാരിയിങ് ദി ബാങ്ക് റേറ്റ്, ദ സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, ടു എൻ എക്സ്റ്റെൻറ്റ്, ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ, ഒരു പരിധി വരെ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, റെഗുലേറ്റ് ദ ക്രെഡിറ്റ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് അഥവാ ജനറൽ മെത്തേഡിലെ ബാങ്ക് റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ബാങ്കിനെ കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ക്രെഡിറ്റിനെ ഒരു പരിധി വരെ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ജനറൽ ക്രെഡിറ്റ് സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി, അങ്ങനെ നമുക്ക് മൊത്തം നമ്മുടെ രാജ്യത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള എന്താണ് ക്രെഡിറ്റ് സിറ്റുവേഷനെ, ബാങ്കിനെ കമേഴ്ഷ്യൽ ബാങ്ക്സിനെ നിയന്ത്രിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്തിലേക്ക് വരുന്നു, ജനറൽ സിറ്റുവേഷൻ ഓഫ് ദ കൺട്രിയിലേക്കും അത് വരുന്നുണ്ട്. അതാണ് നമ്മൾ ബാങ്ക് റേറ്റ് പോളിസിയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം. ഇനി നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബാങ്ക് റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് വർക്കിംഗ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബാങ്ക് റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് നമ്മളെന്ന് പറഞ്ഞാൽ ആർ ബി ഐ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ, ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതാണ് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ശ്രദ്ധിച്ച് ദാറ്റ് ഈസ് നന്നായി തന്നെ നിർത്തി ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ് യു വിൽ ബി ഏബിൾ ടു ഗ്രാസ്പ് ഇറ്റ്, അത് കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ.
ഓക്കെ, നമുക്ക് പറഞ്ഞു പോകാം അല്ലേ. അപ്പോൾ അത് ആ ടോപ്പിക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. പിന്നെ അത് എളുപ്പമാണ്, മനസ്സിലാക്കി വയ്ക്കാം. നമുക്ക് നോക്കാം. ബാങ്ക് റേറ്റ് പോളിസി സിഗ്നിഫൈസ്. എന്താണ് ബാങ്ക് റേറ്റ് പോളിസിയിൽ പറയണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ രണ്ട് കാര്യം പറഞ്ഞില്ലേ, അതായത് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് അതിനെ എന്ത് ചെയ്യുക, ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യും. മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, അതായത് ബാങ്ക് റേറ്റിൽ മാറ്റങ്ങൾ വരുത്തുക. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ദ ബാങ്ക് റേറ്റ് പോളിസി സിഗ്നിഫൈസ് മാനിപ്പുലേഷൻ. അപ്പോൾ നിങ്ങളവിടെ സൈഡിൽ പതുക്കെ ഒന്ന് ചേഞ്ച് എന്ന് എഴുതി വെക്കാം. അപ്പോൾ വായിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് പിടികിട്ടും. ചേഞ്ച് ഓർ മാനിപ്പുലേഷൻ ഓഫ് ദി റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ബൈ ദി സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, റേറ്റ് ഓഫ് ഡിസ്കൗണ്ടിൽ ചില മാനിപ്പുലേഷൻസ് വരുത്തുന്നു. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ദി ക്രെഡിറ്റ് സിറ്റുവേഷൻ ഓഫ് ദി കൺട്രി. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ ഈച്ച് ആൻഡ് എവരി ലൈൻ വായിച്ച് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ഞാൻ പഠിക്കുമ്പോൾ അതൊന്നും പഠിക്കേണ്ട, അത് ബൈ ഹാർട്ട് പഠിക്കേണ്ടതല്ല, മനസ്സിലാക്കി എഴുതേണ്ടതാണ് കേട്ടോ. എന്താണെന്നാണ് പറയണത്, നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് സിറ്റുവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് റേറ്റ് ഓഫ് ഡിസ്കൗണ്ടിൽ ചില മാനിപ്പുലേഷൻസ് വരുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയണത്, അതാണ് ബാങ്ക് റേറ്റ് പോളിസിയിൽ പറയുന്നതെന്നാണ് പറയണത്. ഇനി ഈ ബാങ്ക് റേറ്റ് പോളിസിയുടെ മെയിൻ പ്രിൻസിപ്പിൾ, അതായത് എന്തിനാണ് നമ്മൾ ഈ ബാങ്ക് റേറ്റ് പോളിസി കൊണ്ടുവരുന്നത്, അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയണത്, ഈസ് ദാറ്റ് changes in the bank rate are generally followed by the corresponding change in the interest rate. അപ്പോൾ അതിൽ കിടക്കുന്ന ഒരു അസംഷൻ എന്താണ്, ബാങ്ക് റേറ്റിൽ ചില മാറ്റങ്ങൾ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദി ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ ആയോ? മനസ്സിലാക്കുക. ബാങ്ക് റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എന്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റിലും മാറ്റങ്ങൾ വരുത്തും. ഇവിടെ വരെ ക്ലിയർ ആയോ ഫസ്റ്റ് പാരഗ്രാഫ്? അപ്പോൾ റേറ്റ് ഓഫ് ഡിസ്കൗണ്ടിൽ മാനിപ്പുലേഷൻ വരുത്തുന്നതിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പോളിസി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്ക് റേറ്റിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് സ്വാഭാവികമായും എന്ത് കൊണ്ടുവരും, ഇറ്റ് ബ്രിങ്സ് അബൌട്ട് കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇൻ ദി ഇൻട്രസ്റ്റ് റേറ്റ്. പലിശ നിരക്കിലും വ്യത്യാസം കൊണ്ടുവരും. ക്ലിയർ? ഇനി എങ്ങനെയാണ്? അപ്പോൾ രണ്ട് കണ്ടീഷൻസിലാണ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഒന്ന് ഇൻഫ്ലേഷണറി പീരീഡിലും ഒന്ന് ഡിഫ്ലേഷൻ പീരീഡിലും. അപ്പോൾ ഇൻഫ്ലേഷണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണപ്പെരുപ്പം നമ്മൾ മലയാളത്തിൽ പറയും. അതായത് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ, ദാറ്റ് ഈസ് പർച്ചേസിങ് പവർ കുറയും. കാശിൽ ഇപ്പോൾ നമുക്ക് ഈ കോവിഡ് കാലത്ത് നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പർച്ചേസിങ് പവർ കുറവാണ്. കാരണം പലവർക്കും അല്ലേ ജോലിയില്ലാത്ത അവസ്ഥയുണ്ട്, പലർക്കും ഫുൾ ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തിക ഇത് കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നില്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ പീരീഡിൽ എന്താണ് സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ബാങ്ക് റേറ്റിൽ മാറ്റം വരുന്നത്, ബാങ്ക് റേറ്റ് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഫ്ലേഷൻ കാലഘട്ടമാണെങ്കിൽ ക്രെഡിറ്റ് കൺട്രോൾ വരുത്താനായിട്ട് ബാങ്ക് റേറ്റ് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ, അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇൻ ഇൻഫ്ലേഷണറി കണ്ടീഷൻ ദ സെൻട്രൽ ബാങ്ക് വാണ്ട്സ് ടു കോൺട്രാക്ട് ദ ക്രെഡിറ്റ് ഇൻ ദ കൺട്രി ബൈ ഇൻക്രീസിങ് ദ ബാങ്ക് റേറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് റിസർവ് ബാങ്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കോൺട്രാക്ട് ചെയ്യണം. കോൺട്രാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് അതിനൊന്ന് കുറയ്ക്കണം. മനസ്സിലാക്കി വെക്കുക. എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് അത് ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ദാറ്റ് ഈസ് അവരുടെ ചിന്ത. അതിനൊന്ന് ടൈറ്റ് ആക്കുക, അതായത് വളരെ ലൂസായിട്ട് പൈസ ഇങ്ങനെ പർച്ചേസിംഗ് പവർ കുറവല്ലേ, അപ്പോൾ അതിനൊന്ന് ടൈറ്റ് ആക്കണം എന്നുള്ളതാണ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനു വേണ്ടി റിസർവ് ബാങ്ക് ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യും. എന്ത് ചെയ്യുന്നു, ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് റേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ബാങ്ക് റേറ്റിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തിലും മാറ്റം വരും, ഇൻട്രസ്റ്റ് റേറ്റിലും മാറ്റം വരും. അതാണ് നമ്മൾ അതിൻ്റെ ബേസിക് പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് നോക്കാം, ഇൻഫ്ലേഷൻ കണ്ടീഷനിൽ ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇൻക്രീസിങ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂട്ടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മെയിൻ എയിം ഓഫ് റേസിംഗ് ദ ബാങ്ക് റേറ്റ് ഈസ് ടു പ്രൊവൈഡ് സെൻട്രൽ ബാങ്ക് ലോൺസ് ടു കമേഴ്ഷ്യൽ ബാങ്ക്സ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ബാങ്ക് റേറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബാങ്ക് റേറ്റ് എന്താണെന്ന് കിട്ടണം. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറയുന്നത്, കമേഴ്ഷ്യൽ ബാങ്ക്സ് സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങിക്കുമ്പോൾ സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ. അതായത് അവിടെ ഇപ്പോൾ സെൻട്രൽ ബാങ്ക് എന്താ ചെയ്യുന്നത്, അതായത് കമേഴ്ഷ്യൽ ബാങ്ക്സ് വന്നിട്ട് ലോൺ ചോദിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, കൂടുതൽ പലിശ വാങ്ങിക്കും. ദാറ്റ് ഇസ് കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് റേറ്റിൽ ഇൻക്രീസ് വരുത്തുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ അടിയിലത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കമേഴ്ഷ്യൽ ബാങ്ക്സ് ലോണിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കിനെ സമീപിക്കുമ്പോൾ ഇവർ ഹൈ റേറ്റ് ഇൻട്രസ്റ്റ് വാങ്ങിക്കും. അത് അങ്ങനെ വരുമ്പോൾ എന്താണ്, ശരിയല്ലേ, കമേഴ്ഷ്യൽ ബാങ്ക്സിനെ സംബന്ധിച്ച് അത് മോർ എക്സ്പെൻസീവായി മാറുന്നു. ആസ് എ റിസൾട്ട് ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൾസോ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവർ സെൻട്രൽ ബാങ്കിന് കൂടുതൽ കൊടുക്കുന്ന പലിശ എന്ത് ചെയ്യണം, അവർക്ക് മുതലാക്കണ്ടേ. അത് മുതലാക്കാനായിട്ട് ഇവരെന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കില്ലേ, അപ്പോൾ അവർക്കും എന്ത് ചെയ്യും, കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കും. കാരണം ഇവർക്ക് ഇവിടെ വന്നത് എന്ത് ചെയ്യണം, അവിടെ നികത്തണം, നമ്മളങ്ങനെ പറയില്ലേ. അപ്പോൾ അത് ചെയ്യുന്ന പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സാധാരണയുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അത് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ എഫക്റ്റ് ദി ബോറോയിങ് അഡ്വേഴ്സ്ലി. ഇവിടെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചിന്തിക്കേണ്ടത്. അതായത് നമ്മളൊരു ലോൺ എടുക്കാൻ തയ്യാറായി. ആ ലോണിന് ഇപ്പോൾ ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ആക്ച്വൽ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, മനസ്സിൽ വരുന്നൊരു ഫിഗർ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു ലോൺ എടുക്കാനായിട്ട് 6% ആണ് ഇൻട്രസ്റ്റ് പറയണമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ ബാങ്ക് റേറ്റ് കൂട്ടി അപ്പം കമേഴ്ഷ്യൽ ബാങ്ക്സ് സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും കൂടിയെങ്കിൽ നമുക്കുള്ളത് ഇൻട്രസ്റ്റ് റേറ്റും കൂട്ടാണ്. അപ്പോൾ മുൻപ് 6% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നത് ബാങ്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 8% പലിശ തന്നാലേ ലോൺസ് തരുള്ളൂ. അപ്പോൾ നമ്മുടെ എന്തായിരിക്കും ഇത്ര ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ലോൺ എടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ബോറോയിങ്ങിലേക്ക് പോകാതെ പോകും. അതാണ് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് പറയാം, അഡ്വേഴ്സിൽ എന്താണ് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മുടെ ബോറോയിങ്ങിന് അത് എന്ത് ചെയ്യുന്നു, എഫക്ട് ചെയ്യുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ലോൺ എടുക്കാൻ വരുന്നവർ എന്ത് ചെയ്യില്ല, ലോണ് അവർ അത്ര പ്രിഫർ ചെയ്യില്ല ലോൺ, കാരണം പലിശ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. ക്ലിയർ? അപ്പോൾ അതാണ് അവിടുത്തെ ഗ്രാഫ്. When the rate of interest goes up because of the increase in the bank rate, the cost of loans and advances also goes up. ശരിയല്ലേ? ബാങ്ക് റേറ്റ് കൂടുന്നത് മൂലം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, നമുക്കൊരു ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ, അതായത് ആസ് എ കസ്റ്റമർ എന്ന നിലയ്ക്ക് കസ്റ്റമറിനെ സംബന്ധിച്ച് എന്തായിരിക്കും, ഒരു ലോൺ എടുക്കുന്നതിൻ്റെ ചിലവ് കൂടി, അതായത് നമ്മൾ കൂടുതൽ പലിശ ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ റിഡക്ഷൻ ഇൻ ബാങ്ക് ക്രെഡിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, ലോൺ എടുക്കാൻ അധികം ആളുകൾ വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ബാങ്കിന് ലോൺ കൊടുക്കേണ്ട കാര്യമില്ല. ബാങ്കിൽ ലോൺ കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ബാങ്കിന് ലോൺ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ ക്രെഡിറ്റ് കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ബാങ്കിൻ്റെ ബിസിനസ് ആക്ടിവിറ്റി കോൺട്രാക്ഷൻ അത് ടൈറ്റൻ ആവും. എന്നുവെച്ചാൽ ലോൺ എടുക്കാൻ ആരും വരുന്നില്ല. അപ്പം അങ്ങനെയും ആ രീതിയിലും ചിന്തിക്കണം, വേറെ തരത്തിലും ചിന്തിക്കണം. കാരണം നമ്മൾ ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നില്ല, ബിസിനസ്സുകാരാണല്ലോ സ്വാഭാവികമായും ഒന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ഈ ലോൺ എടുക്കാനായിട്ട് ബിസിനസ് ആളുകളും വരുന്നില്ല. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. കോൺസിക്വൻറ്റ് എന്താ ഉണ്ടാകുന്നത്, അതിൻ്റെ റിസൾട്ട് എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം എന്ത് ചെയ്യുന്നു, ഫാൾസ് എന്നാണ് പറയുന്നത്. ഇൻകം താഴ്ത്തോട്ട് പോകുന്നത്. അതായത് ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലേ ബിസിനസ്സിന് കൂടുതൽ ഇൻകം ഉള്ളൂ. ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ദേ ആർ നോട്ട് ടേക്കിംഗ് ലോൺസ് ബിക്കോസ് ഓഫ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, ഇൻകം താഴത്തേക്ക് പോരുന്നു. ഇൻകം താഴത്തേക്ക് പോരുമ്പോൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, പൊതുവെ എല്ലാവരുടെയും ഇൻകത്തെ അത് ബാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കുന്നത്, നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്, ഇൻകം താഴുമ്പോൾ നമ്മളെന്താണ്, നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരുപാട് പൈസ ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യോ ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് കുറയ്ക്കും. സ്വാഭാവികം, ആ ഗ്രാഫിക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഡിമാൻഡ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന് ഡിമാൻഡ് ഇല്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ ടു ഇറ്റ്സ് പ്രൈസ്, അതിൻ്റെ പ്രൈസിന് എന്താ സംഭവിക്കുക, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ദാറ്റ് ഈസ് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല എങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പ്രൈസ് കൂടുമോ കുറയുമോ, സ്വാഭാവികമായി എന്ത് ചെയ്യും, കുറയും അല്ലേ. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ദാറ്റ് ആൻഡ് സർവീസസ് ആൻഡ് അൾട്ടിമേറ്റ്ലി എന്താണ്, ഫോൾ ഇൻ പ്രൈസ് ലെവൽ. അപ്പോൾ ബാങ്ക് റേറ്റ് പോളിസീൻ്റെ എഫക്റ്റ് എന്ത് ചെയ്തു, സാധാരണ ആളുകളിലേക്ക് വരെ എത്തി. അപ്പോൾ ഇതാണ് ദാറ്റ് ഈസ് സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ദാറ്റ് ഈസ് അവരുടെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ബാങ്ക് റേറ്റിൽ ചെയ്യുന്ന ഒരു ചെറിയ പണി. ക്രെഡിറ്റ് കൺട്രോൾ ബാങ്ക് റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടി ചെയ്യുന്ന പണി. ഇതന്നെ നിങ്ങളൊന്ന് ഓപ്പോസിറ്റ് കേസിൽ ആലോചിച്ച് നോക്കിയാൽ, ദാറ്റ് ഈസ് ഡിഫ്ലേഷൻ പീരീഡ് ആണ്. ഇൻഫ്ലേഷൻ പീരീഡ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നടക്കും. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് സെൻട്രൽ ബാങ്ക് കൂട്ടുന്നതിന് പകരം ബാങ്ക് റേറ്റ് കൂട്ടുന്നു, ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കുറയുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ ലോൺ എടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നു. ബിസിനസ് ആക്ടിവിറ്റി കൂടുന്നു, ഇൻകം കൂടുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വിലയും അതനുസരിച്ച് കൂടുന്നു. ക്ലിയർ? അപ്പോൾ അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ഓപ്പോസിറ്റ് കേസ് ഡ്യൂറിങ് ഡിഫ്ലേഷൻ ദ സെൻട്രൽ ബാങ്ക് റിഡ്യൂസസ് ദ ബാങ്ക് റേറ്റ്. കണ്ടോ, ഇമീഡിയറ്റ്ലി കമേഴ്ഷ്യൽ ബാങ്ക്സ് വിൽ റിഡ്യൂസ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റും കുറയ്ക്കുന്നു. ദിസ് വുഡ് സ്റ്റിമുലേറ്റ് ബോറോയിങ് ബൈ ബിസിനസ്മാൻ. കണ്ടോ, അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യും. ആൻഡ് ഇൻക്രീസസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവർ കൂടുതൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും പ്രൊഡക്ഷൻ കൂടുന്നു. കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാം. ആ കൂടുതൽ ആളെ ജോലി കൊടുത്തവർക്ക് ഇൻകം കിട്ടുന്നു. ഇൻകം കൂടുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് കൂടും. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ അതായത് ബാങ്ക് റേറ്റ് പോളിസി എന്നുള്ള ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് ദാറ്റ് ഇസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നിർത്താം. ഇനിയും പഠിക്കാനുണ്ട്. ബാങ്ക് റേറ്റിൻ്റെ അസംഷൻസ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു ഓൾ.